നമുക്കിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ, അതായത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ആ ചിന്തകളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലുള്ള ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്തകളും അവരിപ്പോൾ എന്താണ് അവരുടെ അവസ്ഥയും നമുക്ക് നോക്കാം. കറണ്ട് എനർജിയും കൂടെ നോക്കാം. അപ്പം നമുക്ക് നോക്കാം അവർ എന്ത് ആക്ഷനാണ് നിങ്ങൾക്കായിട്ട് എടുക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ അവരിനി ഒരു ആക്ഷൻ നിങ്ങളിലേക്ക് എടുക്കുമോ, നിങ്ങളെ എന്താണ് കാണുന്നത്, ഈ ഒരു സമയത്ത് എന്ത് നിലപാടാണ് ആ ഒരു വ്യക്തി എടുക്കുന്നത് നോക്കാം. തീർച്ചയായിട്ടും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഇതൊരു ഏജ്ലെസ് ജെൻഡർലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോൾ കാണുമ്പോൾ അപ്പോഴത്തേക്കും നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വ്യക്തിയുടെ മുഖം വ്യക്തമായി ആലോചിച്ചതിന് ശേഷം നിങ്ങൾ ഈ റീഡിംഗ് കാണാൻ ശ്രമിക്കുക. ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു വ്യക്തിയുടെ മുഖം മനസ്സിൽ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ റീഡിംഗ് കാണുക. അതുപോലെ തന്നെ എൻ്റെ റീഡിംഗ് ഇഷ്ടമായാൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ ചെയ്യുക. തീർച്ചയായിട്ടും അതും കൂടെ പുതിയൊരു ഓപ്ഷനാണ്. ഹൈപ്പ് കൂടെ ചെയ്ത് എൻ്റെ വീഡിയോ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായും നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ചിന്തകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് നോക്കാം എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കാം. ആകെ നമുക്ക് കുറച്ച് കാർഡ് എടുത്ത് നോക്കാം. ഇപ്പം നമുക്ക് കാർഡ് എടുത്തിട്ടുണ്ട്, ഇപ്പം സ്പ്രെഡ് എടുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ ആ ഒരു വ്യക്തി വളരെ ടൈഡ് അപ്പ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ആന്തരിക സംഘർഷം, ഒരു വ്യക്തമായ ഒരു തീരുമാനമെടുക്കാൻ ആ ഒരു വ്യക്തിക്ക് കഴിയാത്തൊരു സാഹചര്യമാണ്. അത്രത്തോളം പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മൊത്തം കാർഡ് എടുത്തുമ്പം, അതായത് അവർ നിങ്ങളെ കളഞ്ഞിട്ട് മറ്റൊരു വ്യക്തിയുടെ കൂടെ പോയെങ്കിൽ അവർക്ക് അവിടെ ഒരു ചതി അവർ നേരിട്ടതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെയോ ഒരു കാര്യത്തിൽ ഒരു ആർത്തി, നിങ്ങളെക്കാളും ബെറ്ററാണ്, ചിലപ്പോൾ സമ്പത്തിന് വേണ്ടിയാകാം. ആ ഒരു വ്യക്തി ഒരു ചതിക്കുഴിയിലാണ് ചെന്നപ്പെട്ടത്. പല കാര്യങ്ങളും അവഗണിച്ച്, അതായത് നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിയല്ല അവർക്ക് ആ ഒരു ബന്ധത്തിൽ നിന്ന് ലഭിച്ചത്. അവരിപ്പോൾ അവരുടെ ഫീലിങ്സ് ഒക്കെ കൺട്രോൾ ചെയ്ത് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സിന് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് മാത്രം ആ ഒരു വ്യക്തി മുന്നോട്ട് പോവുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും അവർ ടെൻഷൻ അടിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിലേക്ക് തിരികെ വരാൻ അവർക്ക് ആഗ്രഹമുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ എന്തു തന്നെ ആയാലും നിങ്ങൾക്കായിട്ട് ആ ഒരു വ്യക്തി ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈഫിനെ പോലെ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡിനെ പോലെ ആർക്കും സ്നേഹം നമ്മൾക്ക് തരാൻ പറ്റില്ല, ഏത് പ്രണയബന്ധമാണെങ്കിലും. ആ ഒരു പ്രണയബന്ധത്തിൽ അവർ വളരെ വലിയൊരു തകർച്ച നേരിട്ടതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവരൊരു വലിയ തിരിച്ചടി നേരിട്ടതായിട്ട് കാണുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇട്ടായിരുന്നു. അതുപോലെ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ഇപ്പം നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി ഒരുപാട് ബോൾഡായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബൗണ്ടറി നിശ്ചയിച്ചാണ് നിങ്ങളിപ്പം ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഒരുപാട് മാറി. നിങ്ങൾ ഒരുപാട് ദുഃഖിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അതിലൊരു മാറ്റമൊക്കെ വന്നു നിങ്ങൾക്ക്. ഇപ്പം അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സ്വീകരിക്കുമോ എന്ന് അവർക്ക് ടെൻഷനുണ്ട്, ഒരു കൺഫ്യൂഷനുണ്ട് എപ്പോഴും. അതായത് നിങ്ങൾ വന്നാൽ സ്വീകരിക്കുമോ. പക്ഷേ എന്നിരുന്നാലും നിങ്ങളിലേക്ക് വരാനാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ബന്ധത്തിലെ റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്റ്റേബിളായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ട് കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇമോഷണലി ആ ഒരു വ്യക്തി ഒരുപാട് രാത്രികാലങ്ങളിൽ കരയുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ഓർത്ത് ഒരുപാട് ഇമോഷൻസ്, ഒരു ഡീപ്പായിട്ടുള്ളൊരു ഇമോഷൻസ് നിങ്ങളുടെ അടുത്തുണ്ടാകുന്നുണ്ട്. ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത്
ഒരു പശ്ചാത്താപമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ അവർ അത്രത്തോളം നിങ്ങളോട് ക്രൂരത ചെയ്ത ഒരു വ്യക്തിയാണ്, എന്നിട്ടാണ് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയത്. നിങ്ങളെ ശാരീരികമായും മാനസികമായിട്ടും ഉപദ്രവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് ഒരുപാട് റിഗ്രറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. ഒരു കുറ്റബോധം കൊണ്ട് നീറുന്ന ഒരു മനസ്സാണ് ആ ഒരു വ്യക്തിയുടേത്. ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴത്തെ ബന്ധത്തിൽ നിന്ന് പുറത്ത് കടന്ന് നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം അവരാഗ്രഹിക്കുന്ന പോലെ ഒരു സ്നേഹം നിങ്ങൾക്ക് മാത്രമേ അവർക്ക് തരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. അവരെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത്, ഒരു അബദ്ധധാരണകൾ കൊണ്ട് അവർ പോയതാണ്, അവരെ ട്രാപ്പിൽ പെടുത്തിയതാണ്, അതായത് ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ അതിലൊരുപാട് അവർ വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഈ ഒരു സമയത്ത് മനസ്സിലാകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു റീയൂണിയൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ. നമുക്ക് നോക്കാം, ബാക്കി കാർഡുകളും കൂടെ എടുത്ത് നോക്കാം. കുറച്ച് കാർഡുകളും കൂടെ എടുത്ത് നോക്കാം. ഈ ഒരു സെറ്റ് മാറ്റിയിട്ട് അടുത്ത കാർഡ് എടുക്കാം. അതായത് അവർക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ നിങ്ങളുമായിട്ട് പല കാര്യങ്ങളും ഒളിപ്പിച്ച് വെച്ചതിന് അവർക്കൊരു സങ്കടമുണ്ട്. നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചതിന് അവർക്കൊരു ഭയങ്കര സങ്കടമുണ്ട്. അതുപോലെ തന്നെ അവരെ ഒരുപാട് ദൈവത്തെ മുറുകെ പിടിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധമൊന്ന് നേരെയാകാൻ നിങ്ങളുമായിട്ടുള്ള ഒരുപാട് ആ ഒരു വ്യക്തി അവരെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ, അവരുടെ ലൈഫിൽ ഒരു ഇമോഷൻസൊക്കെ കൂടി വരുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക്. ഹൃദയഭേദകമായ സിറ്റുവേഷനിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത്. അതായത് മുൻകാലങ്ങളിൽ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെച്ചതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുകയും തന്ത്രപൂർവ്വം അത് വളച്ചൊടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഇവർക്കൊരു റിഗ്രറ്റ് ഉണ്ട്. നിങ്ങളുമായിട്ട് അനാവശ്യമായിട്ടുള്ള വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഒട്ടും മനസ്സിലാക്കാതിരുന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ. ഇതൊരു വിവാഹം കഴിച്ചവർക്കുമാവാം, വിവാഹം കഴിക്കാത്ത വ്യക്തികൾ, ലവേഴ്സിനൊക്കെ ആവാം കേട്ടോ. തീർച്ചയായും ഇതിനൊരു വിജയം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം വേണമെന്ന് ആ ഒരു വ്യക്തി ഈ ഒരു നിമിഷം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത്രത്തോളം അവർ ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് നിങ്ങളോടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാർഡാണ് കേട്ടോ വന്നത്. നമുക്ക് കുറച്ച് കാർഡും കൂടെ എടുത്ത് നോക്കാം. ആ വ്യക്തിയുടെ ഫീലിങ്സിനെ പറ്റി നമുക്ക് കുറച്ച് കാർഡും കൂടെ എടുത്ത് നോക്കാം. അവർ ഈ ഒരു ബന്ധത്തിനൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു ബന്ധത്തിനൊരു നാടകീയപരമായ മാറ്റമാണ്. നിങ്ങളുടെ വ്യക്തി ഒരു ചില കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഈ ഒരു ബന്ധത്തിനൊരു പുതിയ തുടക്കമുണ്ട്. അവരത്രത്തോളം ഇതിനൊരു പ്രതീക്ഷ അർപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്. അവരൊരുപാട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ അവർ ഡീപ്പായിട്ട് ഇതിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യത്തിനെ, അവരുടെ ജീവിതത്തിൽ നടന്നുപോയ ഒരു കാര്യങ്ങളെയൊക്കെ അവർ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു സമയത്ത് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കേ, അപ്പോൾ എൻ്റെ റീഡിംഗ് ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുക്കുക. അപ്പോൾ തീർച്ചയായും എൻ്റെ റീഡിങ്ങിൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്തേക്കുക കേട്ടോ എല്ലാവരും. അപ്പം വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.